ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ പക്കവടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞിട്ടുള്ള നല്ല എരിവുള്ള ചൂട് ചിക്കൻ പക്കവടയും നല്ലൊരു കട്ടൻ ചായയും കൂടി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ടല്ലോ അല്ലേ. നമുക്കിത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും, നമുക്ക് നിർത്താൻ തോന്നില്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. നല്ല ടൊമാറ്റോ സോസിൻ്റെ കൂടെ മയണൈസിൻ്റെ കൂടെ ഗ്രീൻ ചട്നീൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞതായിരുന്നു, വലിയ വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് വലിയ എരിവൊന്നുമില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ ഇഞ്ചി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഇടണ്ട കേട്ടോ, ഇഞ്ചി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇട്ടാൽ മതി. പിന്നെ ഇത് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കണം. ആ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ എല്ലാ ഭാഗത്തും എത്തണമായിട്ടോ. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ചിക്കനാണ്. വേവിച്ചതൊന്നും അല്ല കേട്ടോ, വേവിക്കാത്ത പച്ച ചിക്കൻ തന്നെയാണ്. അത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്. അത് നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അത്ര നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഒരു 3-4 വലിയ പീസ് ചിക്കൻ എടുത്തിട്ട് ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. ചിക്കൻ എല്ലാ ഭാഗത്തേക്കും നമുക്കിങ്ങനെ നുള്ളിയിടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നത് കൈകൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏത് അരിപ്പൊടി വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ, വറുത്തതോ വറുക്കാത്തതോ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 പിടിയോളം മല്ലിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെ എരിവിനും പാകത്തിനും അനുസരിച്ചിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് കുറക്കൊക്കെ ചെയ്യട്ടോ. മീറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ച് ഇട്ട് കൊടുക്കണ്ട, ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തേക്കും പൊടികളൊക്കെ എത്തണ മാതിരി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം കൊണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം എനിക്ക് എത്ര വെള്ളമാണ് ആയിട്ടുള്ളത് എന്നിട്ടോ. ഇതൊരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. നല്ലോണം ടൈറ്റായിട്ട് നമ്മളിത് കുഴക്കരുത്. അങ്ങനെ കുഴച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കഴിക്കണ നേരത്ത് ഉള്ളിൽ ഭയങ്കര ഹാർഡായി പോകും. അപ്പോൾ അത് ഞാൻ കുഴച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് വരില്ല, ഒരു 1/4 ടീസ്പൂണൊക്കെയായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എനിക്ക് 1/4 കപ്പ് വെള്ളമാണ് ആയിട്ടുള്ളത്. നമ്മൾ 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളം ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു കുഴഞ്ഞിരിക്കണം ലൂസ് പരുവാണ് ആയിട്ടുള്ളത് മാവ്. ഇതേപോലെയാണ് കേട്ടോ ആവേണ്ടത്. ഹാർഡായിട്ട് ടൈറ്റായിട്ട് നിൽക്കരുത്. ചിലപ്പോൾ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കണ്ടില്ലേ, ഒരു കടിച്ചാൽ കിട്ടാത്ത മാതിരി ആയിട്ടുള്ള ചില പക്കവടകളുണ്ടാവും, അതുപോലെ ആയി കിട്ടും. ഇത് അങ്ങനെ ആവില്ല കേട്ടോ. ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടോ വലുതായിട്ടോ വേണമെന്നുണ്ടെങ്കിൽ പൊരിച്ചെടുക്കട്ടെ. എനിക്ക് കുഞ്ഞതായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം. അതാണ് കഴിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിതാ കൈ കൊണ്ട് ചെറുതാക്കിയിട്ട് നുള്ളിയിട്ടിട്ട് പൊരിക്കുകയാണ്. ഇത് നമ്മൾ പൊരിക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കണം. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കന് പച്ചക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടാനുള്ള സാവകാശം വേണം. അപ്പോൾ ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് കാണിച്ചതാണ് കേട്ടോ. നമ്മളിത് പൊരിക്കണം അത്രയും നേരം കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബോറടിക്കൂലേ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവകാശം പൊരിച്ചെടുത്താൽ മതി. ഇത് പിന്നെ അധികം എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ തൊണ്ടക്കൊരു കിച്ച് ഒഴിച്ചെടുത്ത എണ്ണ അതേപോലെ തന്നെ അതിലേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ചെറുതാക്കിയാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാതും നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കട്ടോ.
നമ്മൾക്ക് ഇതിങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മണം കേട്ടിട്ട് മക്കളെല്ലാവരും ഓടി വരും കേട്ടോ. അപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കുകയാണ് നല്ലത്. മക്കൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നമ്മൾ ചിക്കനൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കല്ലേ. അപ്പോൾ ഇതിലുള്ള നമ്മളൊരു സബ്സ്ക്രൈബർ ഫ്രണ്ട് പറഞ്ഞിരുന്നു ചിക്കൻ പക്കാവട എൻ്റെ റെസിപ്പി കാണിക്കണമെന്ന്. കണ്ടില്ല, അടുത്തൊരാൾ വന്നിട്ട് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ, എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മിറാനും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി പിന്നെ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾക്ക് ഈ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലതും ഇതേപോലെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്, മക്കളവിടെ കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് കേട്ടോ. അതാവും എല്ലാം ഇതേപോലത്തെ സ്നാക്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കട്ടെ. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഉണ്ടാക്കാനും സിമ്പിളല്ല. നമുക്ക് ചിക്കനൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ എല്ലില്ലാത്ത പീസ് നോക്കിയിട്ട് ഒരു 3-4 പീസ് നമ്മൾ മാറ്റി വെച്ചാൽ മതി കറിക്കൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ വൈകുന്നേരമൊക്കെ ഇതേമാതിരി നല്ല അടിപൊളി സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ. ഇതിനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഇറച്ചി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും പൊരിച്ചെടുത്തിട്ട് ടേബിളിലൊക്കെ കൊണ്ടുപോയി വെച്ചിരിക്കണം കേട്ടോ. ഇതേമാതിരത്തെ ഒരു ചൂടുള്ള ക്രിസ്പിയും എരിവൊക്കെ ഉള്ളൊരു ചിക്കൻ പക്കാവട നല്ലൊരു സുലൈമാനിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടൻ ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് ഓഫ് ചെയ്താൽ കേട്ടോ. എന്താ വെച്ചാൽ മിറാനോടെ കാർട്ടൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൗണ്ട് ഒഴിവാക്കിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്രിസ്പിനെസ് സൗണ്ട് കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് നല്ല കട്ടൻ ചായയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കണമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഇതേപോലത്തെ നല്ല സിമ്പിളായിട്ടും എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ടൊമാറ്റോ സോസ് കൂട്ടിയിട്ടാണ് കേട്ടോ മക്കൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് നിർത്താൻ. ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ചൂടോടെ കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഒരാൾ സ്വസ്ഥതയിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ, ആരും ശല്യമില്ലാതെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നൂറ തിരൂർ.